കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലീശൻ്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അവരുടെ അനുഭവ കഥകൾ മറ്റ് ഭക്തർക്കും കൂടി ലഭ്യമാവുന്ന രീതിയിൽ ഈ ചാനലിലൂടെ കൊണ്ടുവരികയാണ് ചെയ്തു വരുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ ടീച്ചർ ഭഗവാന്റെ ചിന്താലയ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഭഗവാന്റെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. ഭഗവാന്റെ ആശ്രമവുമായി അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് അത്ര ബന്ധമുള്ള ഒരു കുടുംബത്തിലെ കണ്ണിയാണ്. എല്ലാവർക്കും അറിയാം സുധീരചന്ദ്രൻ നായർ. കാരണം അദ്ദേഹം ആശ്രമത്തിലെ എല്ലാ പ്രവർത്തനത്തിലും ഇപ്പോഴെന്നല്ല പണ്ട് തൊട്ടേ ഉള്ള ആളാണ് സുധീരണ്ണൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനാവട്ടെ കള്ളിക്കാട് പഞ്ചായത്തിൽ ശരിക്ക് ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കൊച്ചുമോളും കൂടിയാണ് ലക്ഷ്മിപ്രിയ ടീച്ചർ. അപ്പോൾ ടീച്ചറാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചറെ സംബന്ധിച്ചോളം എത്ര കാലമായി ഭഗവാനുമായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ ജനിക്കുന്നതിന് മുമ്പേ കുടുംബത്തിലുള്ളവർ അമ്മയും അച്ഛനുമൊക്കെ ആശ്രമവുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ജന്മമായി അന്ന് തൊട്ട് അല്ലെങ്കിൽ ആശ്രമത്തിൽ വരാൻ പറ്റുന്ന ആ സമയം തൊട്ട് ആശ്രമവുമായി ബന്ധമുള്ള ആളാണ്. അപ്പോൾ ടീച്ചറെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ടീച്ചർക്ക് ഭഗവാനെക്കുറിച്ചും അതുപോലെ സ്കൂളിനെ കുറിച്ചുമൊക്കെ പറയാൻ കാണും. അപ്പോൾ ടീച്ചർ മറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. നമസ്കാരം. ഓം ശ്രീ സദ്ഗുരുവേ നമ. ഓം ചിന്താലയേശായ പരമഗുരുവേ നമ. ഭഗവാനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമെന്നോ ഇങ്ങനെ ഒരു സ്ഥലത്ത് പറയേണ്ടി വരുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ വിളിക്കുമ്പോഴും പലപ്പോഴും എനിക്ക് വന്ന് പറയുക എന്നുള്ളതൊരു ഭയം, ഭഗവാനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള ഒരു ഇതെനിക്കുണ്ടോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്ന് പറയൂ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയാനായിട്ട് തുടങ്ങുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഭഗവാനുമായിട്ടുള്ള ഇത് പറയുമ്പോൾ എനിക്ക് ഭഗവാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആശ്രമത്തിൽ വരും. കാരണം എൻ്റെ ചോറൂണ് മുതൽ അങ്ങോട്ട് ഞാൻ ജനിക്കുന്നതിന് 2 വർഷത്തിന് മുന്നേ എൻ്റെ അച്ഛൻ ആശ്രമത്തിൽ വന്നു തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ചോറൂണ് മുതൽ ആശ്രമത്തിലാണ്. ഭഗവാൻ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എനിക്കൊരു അപ്പൂപ്പൻ, നമ്മളെല്ലാ അവധി ദിവസങ്ങളിലും അപ്പൂപ്പനെ കാണാൻ എത്തുന്നത് പോലെ മാജിക്ക് കാണിച്ചു തരിക,
പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കാണിക്കുക, കഥ പറഞ്ഞു തരിക, ഇങ്ങനെ എന്താണ് ഭഗവാന്റെ കൂടെ ഇങ്ങനെ നടക്കുക, കഥകൾ കേട്ടും അവിടെ വരുന്നവരെ കൂടെ കഥകൾ പറഞ്ഞും അവരോടൊപ്പം ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരുപാട് കുട്ടികൾ അന്നുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. പിന്നെ എന്നെ എഴുത്തിനിരുത്തുന്നത് ഭഗവാനാണ്. പോത്തങ്കോട് ആശ്രമത്തിൽ, അത് പറഞ്ഞറിവേ ഉള്ളൂ, എനിക്ക് അത്ര ഓർമ്മയില്ല. പോത്തങ്കോട് ആശ്രമത്തിൽ എഴുത്തിനിരുത്താനായിട്ടൊരു 4-5 അന്ന് 8 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എത്താനായിട്ട് കുറച്ച് ലേറ്റായി. കാരണം ഇവിടെ നിന്ന് വണ്ടിയൊക്കെ വിളിച്ച് കള്ളിക്കാട് നിന്ന് പോത്തങ്കോട് വരെ എത്താനുള്ള കുറച്ച് ലേറ്റായി. അന്ന് വണ്ടിയൊന്നും ഇത്ര സൗകര്യമുള്ള സമയത്തല്ല. അപ്പോൾ ഭഗവാൻ എഴുത്തിനിരുത്താൻ സമയമായിട്ടും ഇല്ല, എനിക്ക് ഒരാൾ വരാനുണ്ട്, വരട്ടെ, വന്നിട്ട് എഴുത്തിനിരുത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ എത്തിയപ്പോൾ ആദ്യം സുധീരൻ പിള്ളയെ മോളെ എഴുതിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുത്തിനിരുത്തി. അവിടെ തുടങ്ങുന്നു എനിക്ക് ഭഗവാനുമായിട്ടുള്ള അനുഭവം. എന്നെ എഴുത്തിനിരുത്തിയതും ഭഗവാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അനിയനെ എഴുത്തിനിരുത്തി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഭഗവാനെ എഴുത്തിനിരുത്തുക എന്നുള്ളൊരു നിർത്തിയും തോന്നുന്നു. അതിനുശേഷം പിന്നെ ആരും എഴുതിച്ചിട്ടില്ല, അനിയനെയാണ് ലാസ്റ്റ് എഴുതിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിടുന്നത് എനിക്ക് ഭഗവാനാണ് പേരിടുന്നത്. ഞങ്ങൾ 3 പേരാണ്, ചേച്ചിയും അനുജനും ഞാനും. അപ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഇതാര് എവിടെ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു ദിവസം ചേച്ചി എന്നെ അറിഞ്ഞൂടെ, ഞാൻ സുധീരണ്ണൻ്റെ മോളാണെന്ന് ചേച്ചി പറഞ്ഞു. അതിനുശേഷം ചേച്ചി എന്നും സുധീരണ്ണൻ്റെ മോൾ വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ പറയും, അമ്മയുടെ മോൾ വന്നല്ലോ. അത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് വിഷമമായിരുന്നു. കാരണം അവർ രണ്ടുപേരെയും അച്ഛൻ്റെ പേര് ചേർത്ത് പറയുകയും എൻ്റെ പേരിൽ അമ്മയുടെ പേര് ചേർത്ത് പറയുകയും ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നിയിരുന്ന കാലമാണ്. അപ്പോൾ എന്നെ അമ്മയുടെ മോളെ എന്നാണ് വിളിക്കുന്നത്. കുറേ കാലം എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. എൻ്റെ 5 വയസ്സുള്ള സമയത്താണ് അങ്ങനെ തന്നെയാണ് വിളിച്ചത്. എന്നും എനിക്കൊരു വലിയ വിഷമമാണ്. അപ്പോൾ ഞാൻ അപ്പൂപ്പനോട് വന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ ഭഗവാനോട് അങ്ങനെ അധികം പോകുന്ന ആളല്ലെങ്കിലും പോവാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ വിളിക്കുന്നതിൽ മോൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അന്ന് എൻ്റെ പേര് പ്രീജ എന്നാണ്. മോൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു കർക്കിടക മാസത്തിൽ കള്ളം കയറി, വീട്ടിൽ കള്ളം കയറി. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ വധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വീട്ടിൽ കള്ളം കയറുന്നത്. അപ്പോൾ അമ്മയെ തോർത്തിട്ട് മുറുക്കി കഴുത്തിൽ പിടിച്ച് താഴോട്ട് വരാന്തയിൽ നിന്ന്, വലിയ വീടിൻ്റെ വരാന്തയിൽ നിന്ന് താഴേക്ക് തള്ളിയിടും. ആ സമയത്ത് അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അന്ന് അവിടെ അങ്ങനെ എല്ലാവരും ഉറക്കമാണ്. അപ്പോൾ അന്ന് അവിടെ ഉണർന്ന് ഇരുന്ന് അന്ന് കറണ്ടൊന്നും ഇല്ല, ഇന്നത്തെ പോലെ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അമ്മയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഭഗവാൻ അങ്ങനെ വിളിച്ചതെന്ന് എനിക്ക് പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭഗവാൻ അന്ന് പോത്തങ്കോടാണ്. അപ്പോൾ തിരിച്ച് ഭഗവാൻ കള്ളിക്കാട് വരുന്ന സമയത്ത്, നമ്മൾ കള്ളിക്കാട് വരുന്ന സമയത്ത് എപ്പോൾ ഭഗവാൻ കള്ളിക്കാട് ഉണ്ടെങ്കിലും ഞങ്ങളവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ പറഞ്ഞു, ലക്ഷ്മിക്കുട്ടി ഇനി സങ്കടമൊക്കെ മാറട്ടെ, ഇനി ഞാൻ ലക്ഷ്മിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം അന്ന് തൊട്ട് എന്നെ ഭഗവാൻ പിന്നെ ലക്ഷ്മിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു വിളി പ്രതീക്ഷിച്ചാണ് ഞാൻ പലപ്പോഴും ആശ്രമത്തിൽ പോയിരുന്നത്. കുഞ്ഞിലേ മധുര പലഹാരങ്ങൾ കിട്ടുക, കഥ പറഞ്ഞു തരിക, ഭഗവാന്റെ കൂടെ കുറേ ഇരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഒരു അപ്പൂപ്പൻ എന്നുള്ള ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ അങ്ങനെ ലക്ഷ്മിക്കുട്ടി എന്നുള്ള പേര്, അങ്ങനെ പിന്നെ പ്രീജ എന്നുള്ള പേര് മാറ്റി അന്ന് അച്ഛനും അമ്മയും കൂടെ ചേർത്തിട്ട് ലക്ഷ്മി പ്രിയ എന്നുള്ള പേരാക്കി. കാരണം ചേച്ചിയുടെ പേര് പ്രിയ എന്നായതുകൊണ്ടും അനിയൻ്റെ പേര് പ്രശാന്ത് ആയതുകൊണ്ടും ഒരു തുടർച്ച കിട്ടാൻ വേണ്ടി അന്ന് ലക്ഷ്മി പ്രിയ എന്നുള്ള പേര് ആക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ എന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പോത്തങ്കോട് ആശ്രമത്തിലെ പെൺകുട്ടികളെയും ആശ്രമത്തിൽ നാമത്തിന് കൊണ്ടുപോകായിരുന്നു. കുറേ കാലം അങ്ങനെ കൊണ്ടുപോകായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നാമം കഴിഞ്ഞ് ഒരു 60 ദിവസത്തോളം വ്രതം നോക്കിയിട്ടാണ് ഞങ്ങൾ പോത്തങ്കോട്ട് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുനാളിൽ നാമം പറയാൻ. അപ്പോൾ ആ വർഷം തീരുമാനിച്ചു, ഇനി പെൺകുട്ടികളെ കൊണ്ടുപോകണ്ട, കാരണം നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികളെ കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോഴും വ്രതം മുറിക്കാൻ ഒരു മനസ്സെനിക്ക് അപ്പോഴും വന്നില്ല. കാരണം ആ ഒരു വർഷം കൂടെ എനിക്ക് നാമത്തിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ 10 വയസ്സായി, പിന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഭഗവാനോട് തന്നെ ചെന്ന് ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുപോകുമോ പോത്തങ്കോട്ട്, ഞാനും കൂടെ വന്നോട്ടെ, കൊണ്ടുപോകുന്നല്ല ഞാനും കൂടെ പങ്കെടുത്തോട്ടെ നാമത്തിന്. അപ്പോൾ ചോദിച്ചു, വ്രതമൊക്കെ ഉണ്ടോ ലക്ഷ്മിക്കുട്ടിക്ക്? വ്രതമാണ്, ഞാൻ ഇതുവരെ വ്രതം മുറിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഭഗവാൻ പോത്തങ്കോട് പോകുന്നതിൻ്റെ അന്ന് വാർഷികം തുടങ്ങുന്ന തലേദിവസം, തിരുനാൾ ആഘോഷത്തിൻ്റെ തലേദിവസം ഭഗവാൻ പോത്തങ്കോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ആശ്രമത്തിലുണ്ട്. അവിടെ ചെന്നപ്പോൾ വ്രതമല്ലേ? വ്രതമാണ്. വ്രതം മുറിച്ചില്ലല്ലോ? ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ലക്ഷ്മിക്കുട്ടിയും അനിയനെ അന്ന് അങ്ങത്തെ എന്നാണ് വിളിക്കുന്നത്, അങ്ങത്തെയും കൂടെ വണ്ടി കയറിക്കോ. അച്ഛനോട് പറഞ്ഞു, പിള്ള നാളെ വരുമ്പോൾ ഇവർക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടങ്ങ് വന്നാൽ മതി.
തുണിയൊക്കെ പിന്നെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഞാൻ ഇവരെ കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് അന്ന് ഭഗവാന്റെ കൂടെ ഭഗവാന്റെ മടിയിലിരുത്തി എന്നെ കള്ളിക്കാടങ്ങ് പോത്തങ്കോട് ആശ്രമം വരെ കൊണ്ടുപോയി. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സുമാൻ സാറ്, എൻ്റെ അപ്പൂപ്പനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം, മാധവൻകുട്ടി സാറ്, പിന്നെ അന്ന് ഡ്രൈവർ കുഞ്ഞേണ്ണനാണ്. ഇത് എത്രയും പേര്, പിന്നെ ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലമില്ല, കാരണം മടിയിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഭഗവാന്റെ മടിയിലിരുന്നാണ് അന്ന് കള്ളിക്കാടുന്ന് പോത്തങ്കോട് വരെ യാത്ര. പോത്തങ്കോട് വന്നിട്ട് ഭഗവാൻ ഇപ്പോൾ ആ സമാധിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റൂം, പണ്ട് ഭഗവാൻ ഇരിക്കുന്ന റൂം, അതിൻ്റെ റൂമിൽ ബാക്കിലൊരു റൂമുണ്ട്. ആ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വന്ന് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. കാരണം അന്ന് ഞാനും അതിന് മാത്രമേ ഉള്ളൂ, കുഞ്ഞു കുട്ടികളായിട്ട് വേറെ ആരുമില്ല. പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ചാന്ത മാമിയെ ഏൽപ്പിച്ചു, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. മാമിയെ ഏൽപ്പിച്ചു. രാത്രി ഇവിടെ കിടന്നാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടത്തി. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞാൻ കുളിക കഴിഞ്ഞ് വന്ന് തൊഴുതാൻ നിന്നപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ ലക്ഷ്മിക്കുട്ടി എന്ന് വിളിച്ചിട്ട് ഒരു രുദ്രാക്ഷമാല, രുദ്രാക്ഷക്കല്ല് അതൊരു നൂലിൽ കെട്ടിയിട്ട് എൻ്റെ കയ്യിൽ കെട്ടിത്തന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ രാത്രി കിടന്നുറങ്ങണം, രാത്രി എണീറ്റിരുന്ന് സംസാരിക്കരുത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി പറഞ്ഞു, അപ്പോൾ എനിക്കങ്ങനെ ഒരു സംഭവമുണ്ട്, രാത്രി ഞാൻ ഉറക്കത്തിൽ സംസാരിക്കും. അപ്പോൾ അതിന് ഒരുപാട് അടിയൊക്കെ ഞാൻ രാത്രി മിക്കവാറും പഠിക്കുന്ന കാര്യങ്ങളാണ് രാത്രി പറയുക. അപ്പോൾ അങ്ങനെ ഈ പണ്ട് പൂച്ചയുടെ ഒരു പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കൂർത്ത നഖങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞ് എനിക്ക് പണ്ട് അമ്മയുടെ നടിയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ 5ാം ക്ലാസ് പഠിക്കുന്നതിന് ശേഷം ഞാൻ പിന്നെ രാത്രി സംസാരിച്ചിട്ടില്ല. രാത്രി ആ ഇത് അന്നത്തോടുകൂടി തീർന്നു. പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരമുണ്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ രാത്രി സമയങ്ങളിൽ സംസാരിച്ചിട്ടില്ല. ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് നിന്നു അതോടുകൂടി. ആ രുദ്രാക്ഷക്കല്ല് കേട്ടെത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാ അവധി ദിവസവും ഞങ്ങൾ അവിടെ ആശ്രമത്തിലുണ്ടാവും. അവധി ദിവസം വരാൻ പറ്റില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ആശ്രമത്തിലെത്തും. അവിടെ ഒരു ദിവസം ചേച്ചി ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു കറുത്ത പുള്ളി, കയ്യിൽ ജന്മനാ ഉള്ളതാണ് ആ പുള്ളി. ഇങ്ങനെ പാവം കൈ പിടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, പിള്ളേ ഇതത്ര നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ നുള്ളി അങ്ങ് കളഞ്ഞു. ഇത് അച്ഛനെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നുള്ളി അങ്ങ് കളഞ്ഞു. അപ്പോൾ നമ്മളന്ന് കുട്ടികളാണ്, നമുക്കത് പിന്നെ അവിടെ ഉണ്ടോയെന്നൊന്നും നോക്കാൻ തോന്നില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ചേച്ചി നോക്കിയപ്പോൾ സാധനം കയ്യിൽ ആ കറുത്ത മറുക് ഇല്ല, ജന്മനാ ഉണ്ടായിരുന്ന ഒരു സാധനം അവൻ അങ്ങനെ നുള്ളി എടുത്ത് കളഞ്ഞു. അത് നമ്മുടെ ആ കുറേ ദോഷ സമയം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. പിന്നെ ഞങ്ങൾ കുറച്ച് വലിയ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ മാറുന്നു. അപ്പോൾ അതുവരെ അപ്പൂപ്പൻ എന്നുള്ള ഒരു ഇതിലാണ് ഞാനങ്ങനെ. അപ്പൂപ്പൻ പിന്നെ ഒരു ഗുരു, ആ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് ഭഗവാനെക്കുറിച്ച് അറിയില്ല. കാരണം നമുക്കവിടെ പോവുക, അവിടെ ചെല്ലുക, കഥ പറയുക, അടുത്തിരിക്കുക, കുറേ കാര്യങ്ങൾ കേൾക്കുക, പിന്നെ കുറേ അവിടെ വരുന്ന ആളുകളുമായിട്ട് കളിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ നല്ല മാർക്ക് കിട്ടില്ലേ ലക്ഷ്മിക്കുട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എങ്ങനെയാണെന്നറിയില്ല പെർഫോമൻസ് കുറഞ്ഞു. കാരണം ഡിസ്റ്റിങ്ഷനിൽ കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് എനിക്ക് 2nd ക്ലാസ് മാർക്കായിരുന്നു. അതിനുശേഷം ഭഗവാൻ എന്നോട് ഒരു 5 വർഷത്തോളം അധികം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അധികം സംസാരിച്ചിട്ടില്ല എന്ന് അതിന് കാരണം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ സാധാരണ അതുപോലെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് 5 വർഷം ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പോയി പറയുകയാണ് എന്ന് പറഞ്ഞാൽ അച്ഛനല്ല പറയുന്നത്, ഞങ്ങൾ പോയി പറയും. അപ്പം ഞങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയി പറയും. അപ്പം അങ്ങനെ പോയി പറഞ്ഞാലും ചിലപ്പോൾ മറുപടി ഒന്നും പറയാത്തൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 19ാമത്തെ വയസ്സിൽ ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോൾ, 2nd ഇയർ അല്ല 3rd ഇയർ, ഡിഗ്രി 2nd ഇയർ നമ്മുടെ കുറച്ച് സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ടായി, ഡിഗ്രി പഠിക്കാൻ പോകാൻ പറ്റാതായി. കാരണം ഞാൻ അന്ന് പ്രൈവറ്റാണ്, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അന്ന് പ്രൈവറ്റായിട്ട് പഠിക്കാൻ പോയത്. പ്രൈവറ്റായിട്ട് പഠിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിക്കാൻ പോകാതായി. അപ്പം അത് പിന്നെ അതൊരു എല്ലാവർക്കും ഒരു ബാധ്യതയാവുമെന്ന് വിചാരിച്ച് ഞാൻ സ്വയം അതങ്ങ് നിർത്തി. കാരണം എനിക്ക് അച്ഛനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, അമ്മയും വിഷമിപ്പിക്കാൻ പറ്റില്ല, അവരുടെ സങ്കടം കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിക്കോളാം, പ്രൈവറ്റ് ആണല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഡിഗ്രി 2nd ഇയർ പോയില്ല. ഡിഗ്രി 2nd ഇയർ കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ഇപ്പം കുറേ ബുദ്ധിമുട്ടൊക്കെ നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കാട്ടാക്കട പമ്പിൽ അപ്പോഴാണ് കള്ളം കയറുന്നത്. അപ്പോൾ അച്ഛൻ കാട്ടാക്കട പമ്പിൽ ആദ്യം വർക്ക് ചെയ്തിരുന്ന ആളാണ്. കള്ളം കയറുന്ന സമയത്ത് വീണ്ടും പമ്പിൽ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ പമ്പിലെ വിജയമാവൻ പോയി അച്ഛനോട് ഭഗവാനോട് ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞൊരു സെക്യൂരിറ്റി വയ്ക്കണം പിള്ളേ, സുധീരൻ പിള്ള അവിടെ അല്ലേ വർക്ക് ചെയ്തിരുന്നത്, പിള്ളേ തന്നെ അവിടെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അച്ഛൻ പമ്പിൽ കയറി. വീണ്ടും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ കടങ്ങളിൽ നിന്നൊക്കെ ബാധ്യതയിൽ നിന്നൊക്കെ വസ്തുവൊക്കെ വിറ്റ് കടങ്ങളൊക്കെ തീർത്തു. അതിൽ നിന്ന് വീണ്ടും കരുപിടിക്കാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും എൻ്റെ പഠിത്തം വന്ന് എനിക്കപ്പോൾ ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ട്യൂട്ടോറിയിൽ നിന്ന് സാറന്മാർ നേരിട്ട് വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല, ഫീസ് തരണ്ട, മോളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ പഠിത്തം കണ്ടിന്യൂ വെച്ചാൽ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞ്
പഠിത്തം ഞാൻ അങ്ങനെ ഒരു 4 മാസം വരെ എന്തോ സെക്കൻഡ് ഇയർ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നു. 3rd ഇയർ ആയപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഓക്കെ ആയി. പിന്നെ ചേച്ചിയുടെ കല്യാണം നടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒന്ന് നോർമലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം പിള്ളേന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രം. അപ്പോൾ എല്ലാ ചൊവ്വയും വെള്ളിയും ഞാൻ അവിടെ പോവും. കാരണം വൈകുന്നേരം പൂവൊക്കെ കെട്ടി ക്ഷേത്രത്തിൽ പോകും. അത് കുറച്ച് നാൾ, ഒരു 3 വർഷത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാ ദിവസവും ദേവീക്ഷേത്രത്തിൽ പോകണം, അമ്മച്ചിയെ തൊഴുതിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനുശേഷം ഭഗവാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം എപ്പോഴായാലും ഉടുപ്പറയിൽ കയറി തൊഴുതിന് ശേഷം മാത്രം ആശ്രമത്തിലോട്ട് പോകുന്ന ഒരു പതിവായി. അപ്പോൾ നേരത്തെ പൂവൊക്കെ കെട്ടി കൊണ്ടു കൊടുത്ത് നട തുറക്കുമ്പോൾ അവിടെ എത്തി. അങ്ങനെ ഒരു 3rd ഇയർ ക്ലാസ്സിൽ പോയി തുടങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ മാസം ഒരു പനി, സാധാരണ ഇപ്പോൾ വരുന്ന പോലെ ഒരു പനി, വേറെ കുഴപ്പമൊന്നുമില്ല. പനി വരുമ്പോൾ സാധാരണ നമ്മൾ അടുത്ത ആർവി ഡോക്ടർ ഉണ്ടല്ലോ, അവിടെ പോയി ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കാൻ കഴിയും. അതിനപ്പുറത്തോട്ട് ഞാനൊരു ഹോസ്പിറ്റലിലും അതുവരെ പോയിട്ടില്ല. വേറെ ഇതിനൊന്നും അസുഖങ്ങൾക്കൊന്നും ഞാൻ വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെന്ന് പനി കുറയുന്നേ ഇല്ല. അപ്പോൾ ഡോക്ടർ ഒരു 4-5 ദിവസമൊക്കെ നോക്കി കുറയണില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെതായിരിക്കാം, നമുക്കൊന്ന് ട്രിപ്പ് ഇട്ട് നോക്കാം. അങ്ങനെ ട്രിപ്പ് ഇട്ടപ്പോൾ വിറയലായി, പിന്നെ BP കുറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും വെച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് കിള്ളിയിലോട്ട് പോകാം. കിള്ളി എന്ന് വലിയ പേര് കേട്ട ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് പോകാം. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ചോദിച്ചു യൂറിനൊക്കെ പോകുന്നുണ്ട്. ഛർദിലുണ്ട്. അപ്പോൾ പിന്നെ യൂറിൻ പോയില്ല എന്നുള്ളത് എനിക്കൊരു വിഷയമായിരുന്നില്ല, എനിക്ക് വയറ് വേദന അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഡോക്ടർ ഉടനെ നോക്കിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം അടുത്ത സമയത്താണ് ഒരു മരണം ഞങ്ങളുടെ ഇവിടെ, ഇങ്ങനെ ഇതുപോലെ കിള്ളിയിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയ ആളാണ്. ചേച്ചിയുടെ മരണം അതൊരു വലിയ സങ്കടമായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, PNM വന്ന് നല്ല ഇതിൽ നടക്കുന്ന സ്ഥലമാണ്, PNMൽ കയറ്റിയാലും മതി, അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്താൽ മതി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴും അവിടുത്തെ ഡോക്ടർക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് വയറുവേദനയോ വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് BP താഴുന്നു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നോർമലാവുന്നു, നല്ല പനി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടറും വൈകുന്നേരം 6 മണിയായപ്പോൾ പറഞ്ഞു വേണ്ട നേരെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ പിന്നെ അമ്പി സാറുണ്ട്, പിന്നെ പമ്പിലെ സുരേഷനുണ്ട്, വിജയമാമുണ്ട്, നമ്മുടെ വിശ്വനാഥ് സാറുണ്ട്, എല്ലാവരും അന്ന് ചുറ്റുമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ഒരു അസുഖം. അപ്പോൾ എന്താണ് അസുഖമൊന്നും അറിയില്ല. നേരെ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ട് വിടാൻ പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് വിഷ്ണു ചേട്ടൻ, പിന്നെ കുട്ടൻ ചേട്ടൻ, നമ്മുടെ ബാലമാമൻ്റെ മോൻ കേശവകൃഷ്ണ ചേട്ടൻ, പിന്നെ നമ്മുടെ ലല്ലു കൃഷ്ണേഷ് ആ ചേട്ടനെ കൂടെ അവരന്ന് തിരുവനന്തപുരത്ത് ഓഫീസുണ്ട്. അപ്പോൾ അന്ന് അവരെ വിളിച്ച് പറഞ്ഞു ഇന്ന ആൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോണം, കാരണം വേറെ ആരും ഇല്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, നോക്കിക്കോണം. ശരി. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബോധം വരും. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പനി ആയതുകൊണ്ട് വെറുതെയാണ്, വീണ്ടും ബോധം പോകും. അങ്ങനെ നമ്മളവിടെ എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ 10 മണിക്ക് അവിടെ എത്തി അഡ്മിറ്റായി. അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് ഇപ്പോൾ 21 വർഷം കഴിയുന്നു. അപ്പോൾ ഒരു ഡോക്ടർ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു രാത്രി അമ്മയോട് വന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരെ ആരും അപ്പോൾ ഇവരെന്നെ എടുത്തുകൊണ്ട് പോകും പോലെയാണ് ഇവരെന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറി കൊണ്ടുപോകുന്ന ഈ 3 പേരും കൂടെ. ശരിക്കും അവർ തന്നെയാണ് എനിക്ക് ഒരു പിന്നെ ഡ്രസ്സൊക്കെ, ഞാൻ ചുരിദാറാണ് ഇടുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ ഈ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ഒക്കെ വരുമ്പോൾ അപ്പോൾ എനിക്ക് അവർ തന്നെ ഇപ്പോൾ ഒരു ഷീറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പുതച്ച്, ശരിക്കും എൻ്റെ സഹോദരന്മാരെ പോലെ എൻ്റെ കൂടെ എന്നെ എടുത്തുകൊണ്ടാണ് അവർ ഓടി ആശുപത്രിയിൽ നടന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സർജറി പറഞ്ഞു, ഡോക്ടർ സർജറി പറഞ്ഞു, അത്യാവശ്യം ഈ കുട്ടിക്ക് സർജറി ചെയ്യണം. അപ്പോൾ അമ്മ പറഞ്ഞു സർജറിയോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പനി വന്ന കുട്ടിക്ക് എന്തിനാണ് സർജറി. അപ്പോൾ അന്ന് ഈ മെഡിക്കൽ കോളേജിൽ മാറി സർജറി ചെയ്യുന്നൊരു സമയം കൂടെയാണ്. പനി വന്ന ആൾക്ക് എന്തൊരു സർജറി. അപ്പോൾ അവർ ഏറെ ചൂടായി, ഡോക്ടർ സർജറി ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിജ ഡോക്ടർ അതിന് ഇടയ്ക്ക് കോൺടാക്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി പറയുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ പറയണം. എന്താ അച്ഛനോടാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അച്ഛനെ ഈ ഹോസ്പിറ്റലിനകത്ത് കയറ്റില്ലല്ലോ. സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയ സർജറി വൈകുന്നേരം 6 മണി വരെ ഉണ്ടായിരുന്നു. അത്ര വലിയൊരു സർജറി എന്ന് പറഞ്ഞാൽ എന്താണ് അസുഖം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് പോലെ ഒരു ദ്രാവകം വയറിനകത്ത് രൂപപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ സർജറി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ, കാരണം അച്ഛൻ്റെ കയ്യിൽ എത്രയും ഇതിനുള്ള പൈസ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അന്ന് അച്ഛന് ബോണസ് കൊടുത്തിട്ട്, മുതലാളി അന്ന് ബോണസ് കൊടുത്തിട്ട് പറഞ്ഞാണ് ഇനി സൂക്ഷിച്ച് ചിലവാക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുക്കാതെ കമ്മലാണ് വാങ്ങി തന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ കമ്മലിനെ മാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അച്ഛനിൽ പൈസയൊന്നുമില്ല, മാമി നോക്കിക്കോണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി. കാരണം എനിക്കിതൊന്നും വലിയ വിഷയമായിട്ട് തോന്നില്ല. കാരണം ഇത് എനിക്ക് ഇങ്ങനെ ഒരു പനി, ഇവർക്ക് മാറിപ്പോയതായിരിക്കും, വേറെ എന്തോ ആണെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ വെൻറ്റിലേറ്ററിലാണ്. ഈ വെൻറ്റിലേറ്റർ മാറ്റി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ജീവൻ പോവും. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ പെണ്ണുങ്ങളെ എന്നാ നിർത്തണ്ട, നിങ്ങളെല്ലാവരെയും പറഞ്ഞയക്കണം. അപ്പോൾ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ ഒരാൾക്കൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നതും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അന്ന് എല്ലാവരെയും പറഞ്ഞേക്കണം, ആരെയും ഇവിടെ നിർത്തണ്ട. അപ്പോൾ അന്ന് പമ്പിലെ സുരേഷ് അണ്ണൻ, നമ്മുടെ ബിജു കുഞ്ഞമ്മയുടെ സഹോദരനാണ്, അപ്പോൾ ബിജു ആമൻ, ഇവർ രണ്ടുപേരും, പിന്നെ അച്ഛനും അമ്മയും എൻ്റെ വലിയമ്മയും മാത്രം അവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു. കാരണം അമ്മയും വലിയമ്മയും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് പറഞ്ഞില്ല. ബാക്കി എല്ലാവരെയും വീട്ടിൽ പറഞ്ഞയച്ചു. നേരെ അമ്പി സാർ അന്ന് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരെ പോത്തങ്കോടാണ് പോയത്. വീട്ടിലല്ല പോയത്, അതേ നേരം പോത്തങ്കോടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് മാമാനോട് പറഞ്ഞ് ഇങ്ങനെ സുധീരൻ്റെ മോളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്, രണ്ടാമത്തെ മോളെ. മാമൻ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിന് വേറെ കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഭഗവാൻ അപ്പോൾ പൂജാമുറി കയറി വാതിലടച്ചു. അങ്ങനെ ഈ പൂജാമുറി കയറി വാതിലടയ്ക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 10 മണിക്ക് ഈ വെൻറ്റിലേറ്റർ മാറ്റും. കാരണം സർജറി കഴിഞ്ഞ ഉടനെ മാറ്റി കഴിഞ്ഞാൽ ഡോക്ടർക്ക് പ്രശ്നം വരാം. 10 മണിയാകുമ്പോൾ ഈ വെൻറ്റിലേറ്റർ മാറ്റും. അതുമ്പോൾ നിങ്ങൾക്ക് പോവാം, നിങ്ങളെല്ലാം റെഡി ആയിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 9 മണിയൊക്കെ ആയി കാണണം. ആ സമയത്ത് ഭഗവാനെ അമ്മ കണ്ടു. അവിടെ ആ ICUയുടെ ഫ്രണ്ടിൽ അമ്മ കണ്ടു. അമ്മ ഇങ്ങനെ അച്ഛനെ തോന്നിയിട്ട് പറഞ്ഞു, എന്താ ഭഗവാൻ വന്ന് എണീക്കണം. അപ്പോൾ അച്ഛനിങ്ങനെ, കാരണം അച്ഛൻ ഇത് കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇതൊന്നും അറിയാത്തതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. എന്താ ഭഗവാൻ വന്ന് കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് കയറി പോകുന്നകത്തോട്ട് എന്നും പറയുകയും ചെയ്തു. പക്ഷെ അച്ഛൻ നോക്കിയിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മണിയായപ്പോൾ വെൻറ്റിലേറ്റർ മാറ്റി. ഡോക്ടർ വന്ന് പറഞ്ഞു, കുഴപ്പമില്ല, കുട്ടി ശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അപ്പൂപ്പൻ, ഗുരു എന്നതിൽ നിന്നൊക്കെ മാറി ഭഗവാൻ എന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയൊരു സംഭവമാണ്. കാരണം അന്ന് ഞാനത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 22 സ്റ്റിച്ചുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. 22 സ്റ്റിച്ചുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വേദനയും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതുമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ടായി, അത് എനിക്കറിഞ്ഞൂടാ, ഭഗവാൻ എടുത്തിട്ട് പോയി. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു വേദനയും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പലരും എന്ന് പറയും ഇങ്ങനെ ഓപ്പൺ സർജറിയാണ് അന്നത്തെ കാലത്ത് ചെയ്യുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എനിക്കത് ഒരു ബുദ്ധിമുട്ടും അന്നുമില്ല ഇന്നുമില്ല. ഇതിന് വേദന ഉണ്ടാകും ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാനത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഡോക്ടർ റിവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭഗവാനെ കാണണം. കാരണം അന്ന് പോത്തങ്കോട് വരുന്ന എല്ലാ ആളുകളെയും എന്നെ കാണാനായിട്ട് ഭഗവാൻ ആശുപത്രിയിലേക്ക് പറഞ്ഞേക്കും. വരുന്നവരെല്ലാവരും ക്യാഷ് കൊണ്ടുവന്ന് ഭഗവാൻ കൊടുത്തേക്കുന്നു, വല്ലാതെ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ക്യാഷ് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ശരിക്കും 5 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും നല്ല ബോധത്തിലേക്ക് വരുന്നത്. 5 ദിവസം കഴിയുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ച് ഞാൻ ചോദിച്ചു, അച്ഛാ പൈസയോ? അപ്പം അച്ഛൻ ഇങ്ങനെ പോക്കറ്റിൽ എൻ്റെ കൈ എടുത്ത് തട്ടിയിട്ട് പറഞ്ഞു, മക്കളെ ശരിക്കും പൈസയുണ്ട്, ഭഗവാൻ തന്നിട്ടാണ്, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. അങ്ങനെ എന്താ പറയാം, പോയ ജീവനെ തിരിച്ച് നൽകി ഇന്ന് ഞാനിങ്ങനെ ജീവിക്കുന്നെങ്കിൽ അതെൻ്റെ ഭഗവാൻ തന്ന അനുഗ്രഹം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 15 ദിവസം കഴിഞ്ഞ് ചെന്ന് ഭഗവാനെ കാണുമ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭഗവാനെ കണ്ടപ്പോൾ ഞാനങ്ങ് പോയാലും സാരമില്ലായിരുന്നു എന്നൊരു അവസ്ഥയിൽ. കാരണം അത്രയ്ക്ക് ഭഗവാൻ ക്ഷീണിതനായിരുന്നു. ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അടുത്തൊരു പെട്ടി, ഞാൻ അങ്ങനെയൊന്നും ഭഗവാനെ കണ്ടിട്ടേ ഇല്ല, അടുത്തൊരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നതിലാണ്, എന്നെ കാണിക്കാനായിരിക്കാം, അങ്ങനെ ഇരിക്കുന്ന ഭഗവാനാണ് ഞാൻ കാണുന്നത്. ആ രൂപം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. എനിക്കതിനുശേഷം ഭയങ്കര പേടിയാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് ഭഗവാൻ ഏറ്റെടുക്കുക, അത് ഭഗവാൻ അറിയാതിരിക്കണേ എന്ന തൊഴിലാണ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ, അന്ന് അസൗകര്യം ആയതുകൊണ്ട്. അപ്പോൾ ഭഗവാനോട് ചെന്ന് ചോദിച്ചു, മൂത്ത പിള്ള എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെ വീട്ടിലുണ്ട്, ബുദ്ധിമുട്ട്, വരാൻ പറ്റില്ല. അവരൊക്കെ വീട്ടിൽ ഇരുന്ന് തൊഴുതാലും മതി എന്ന് ഇങ്ങനെ ഒരു വാക്കന്ന് ഭഗവാൻ പറഞ്ഞു. അതിൻ്റെ പൊരുൾ ചേച്ചിയുടെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേച്ചിയുടെ കല്യാണം, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കല്യാണമാണ് ഞങ്ങളുടെ അവിടുത്തെ ആശ്രമത്തിലെ കല്യാണ മണ്ഡപത്തിൽ ആദ്യത്തെ കല്യാണം. അതൊന്നല്ല, അതാണ് ആദ്യത്തെ കല്യാണം. അന്ന് തറക്കല്ലിടുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അന്ന് ഇപ്പോൾ സാമ്പത്തികം വലിയ ഇതൊന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, എന്നാലും വസ്തു കൊണ്ട് കൊടുക്കാൻ, പക്ഷേ സ്വർണ്ണമൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭഗവാൻ അന്ന് പമ്പിലെ വിജയമാമൻ, അമ്പിമാമൻ, വിശ്വനാഥ് സാറ്, പിന്നെ മാധവൻകുട്ടി സാറ്, ഇവരെല്ലാവരെയും വിളിച്ചിട്ട്, ബാലൻ മാമൻ, ഇവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത് നമുക്ക് ഈ പിള്ളേരെ, അന്ന് ഈ തറക്കല്ലിടുന്ന ദിവസമാണ്, ഈ പിള്ളേരുടെ മോളെ കല്യാണം നടത്തണം മൂത്തവളുടെ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് 1 വർഷം എടുത്തു എന്ന് തോന്നുന്നു നമ്മുടെ ഇത്. അപ്പം നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ
വസ്തു ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൊടുക്കാനായിട്ട് സ്വർണം വേണം, പിന്നെ ബാക്കി കല്യാണ ചിലവ് വേണം. അതൊക്കെ വലിയൊരു ബാധ്യതയാണ് ആ സമയത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ. പക്ഷേ എങ്ങനെയോ എനിക്ക് അടുത്ത് വീണ്ടും റിവ്യൂ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് അങ്ങനെ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊണ്ട് കൊടുത്തു. മാമനാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം അച്ഛൻ അത് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടു. കാരണം നോക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അച്ഛൻ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, ഇനി ആൾക്ക് സ്കൂളിലൊക്കെ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങാൻ ഡോക്ടർ പറഞ്ഞു. വേറെ ഒരു വിഷയം എനിക്കതുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഭാവിയിലും ഇനിയൊന്നും വരാനില്ല എന്ന് ഡോക്ടർ തീർത്ത് പറയുന്ന ഒരു സമയത്ത് അപ്പോൾ നമ്മൾ ചേച്ചിയുടെ പിന്നെ അടുത്ത് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ചേച്ചിയുടെ കല്യാണം അങ്ങനെ നോക്കി. അപ്പോൾ ഒരു കുറിപ്പുണ്ട്, ജോലിയുണ്ട്, പയ്യന് ജോലിയുണ്ട്, വേറെ ഇതൊന്നുമില്ല, നല്ല ഇതാണ്, നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വില്ലിങ്ങാണ്, അവരിവിടെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർക്ക് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ വീണ്ടും സാമ്പത്തിക ഒരു വിഷയമായിട്ട് വരുന്ന സമയത്ത് വന്ന് പമ്പിലെ വിജയമാമനാണ് പറഞ്ഞത്, എന്നോട് ഭഗവാനാണ് പറഞ്ഞത്, നീ നോക്കിക്കോ, ഞാൻ നടത്തിത്തരാം. അന്ന് അങ്ങനെ പറയാനൊരാൾ ഭഗവാൻ ഉണ്ടാക്കി തന്നു. അപ്പോൾ കല്യാണം ഇല്ലായി. കല്യാണം മംഗളമായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപം ഉദ്ഘാടനം കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, പിള്ളേരുടെ മോളുടെ കല്യാണം ആദ്യം അവിടെ നടത്തണം. കംപ്ലീറ്റ് ചിലവും ഭഗവാനാണ്. അന്ന് ഒരു പൈസ പോലും, കല്യാണത്തിൻ്റെ ഒരു പൈസ പോലും ഞങ്ങളുടെ നിന്ന് വാങ്ങില്ല. കംപ്ലീറ്റ് ചിലവും ആശ്രമത്തിൻ്റെ വക ഭഗവാന്റെ ഇതിൽ അവിടെ അന്ന് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തം, ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അനിയൻ ഇടയ്ക്ക് ഗൾഫിൽ പോയില്ല. അതിന് പിന്നെ സ്കൂളിൽ നമുക്ക് സ്കൂൾ തുടങ്ങിയ സമയത്ത് അവിടെ വണ്ടിയിൽ ഇതായിട്ട് ജോലി, കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. പിന്നെ വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും എനിക്ക് പഠിക്കുക എന്നുള്ളൊരാഗ്രഹം. കാരണം PG കഴിഞ്ഞു, അതും വഴിയിൽ മുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കണം, എനിക്ക് ടീച്ചറാവണം. കാരണം എൻ്റെ ഒരു 9ാം ക്ലാസ് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ടീച്ചറാവുക എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ടീച്ചറിനെ കണ്ടതിന് ശേഷം എനിക്ക് തുടങ്ങിയൊരു ആഗ്രഹമാണ് അതുപോലെ ഒരു ടീച്ചറാവുക എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഒരാഗ്രഹമാണ്. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും മോശമല്ല, കാരണം അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് കാശൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ വളരെ സുഖിച്ചാണ് ജീവിച്ചത്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ ചെന്ന് ഭഗവാനോട് ചോദിച്ചു, ഞാൻ അടുത്തൊരു സ്കൂളിൽ എന്നെ വിളിക്കുന്നുണ്ട്, ഞാനവിടെ പൊക്കോട്ടെ. അപ്പോൾ പറഞ്ഞ കിട്ടണതാവട്ടെ പിള്ളേ, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അവിടെ പോയി. അവിടുത്തെ സ്കൂളിൽ കുറച്ച് നാളിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ടീച്ചറാവുക എന്നുള്ളൊരാഗ്രഹം അവിടെ പൂർത്തിയാവുക അപ്പോൾ മതി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുടങ്ങി. സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ആഗ്രഹം വീണ്ടും ടീച്ചറാവുക, അവിടുത്തെ ടീച്ചറാവുക, എൻ്റെ സ്കൂളിലെ ടീച്ചറാവുക എന്നുള്ള ആഗ്രഹമാണ് വീണ്ടും. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ പറയാറില്ല, കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാർ, ആ ഒരു അനുഭവത്തിന് ശേഷം ആ ഒരു ജീവൻ അതിനുശേഷം എനിക്ക് പിന്നെ പോയി ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളതൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പോകുമ്പോൾ മനസ്സിലുണ്ട് ഇത് ഇങ്ങനെ കെട്ടിയാൽ കൊള്ളാം, അവിടെ ആവാൻ പറ്റില്ല. കാരണം ബി എഡ് പോയാലന്ന് നമ്മുടെ സ്കൂളിൽ ജോലി വരുള്ളൂ. അപ്പോൾ BEdന് പോകാമെന്നുള്ളത് സാധ്യമല്ല. ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് വിശ്വനാഥ് സാറാണ് ചോദിച്ചത്, മക്കള് ഇതല്ലേ സോഷ്യൽ സയൻസ് അല്ലേ, ഇവിടെ ഇപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട് അന്ന് സോഷ്യൽ സയൻസിന് വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് BEd ഇല്ലല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. BEdും ഇല്ല, PGയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ പോയി. ഞാൻ അന്ന് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പോത്തങ്കോട് നിന്ന് കള്ളിക്കാടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തൊഴാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ലക്ഷ്മിക്കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യണേ? ഞാൻ സ്കൂളിൽ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതന്ന് മറ്റേ ആറ്റൂർ വിക്രമൻ്റെയൊക്കെ ഇതിലുള്ള സ്കൂളാണ്. അവർ വന്ന് വിളിച്ചതുകൊണ്ടാണ് അന്ന് അച്ഛൻ അത് അവിടേക്ക് വിട്ടത്. സ്കൂളിൽ പോവാണ്, പഠിക്കാനൊന്നും പോകണ്ടേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം അപ്പോഴും നമ്മളിങ്ങനെ BEdൻ്റെത് പറയുന്നുണ്ട്, എന്നാലും അത്ര ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പഠിക്കാനൊന്നും പോകണില്ലേ എന്ന് ചോദിച്ചു. വൈകിട്ട് ഞാൻ അത് കഴിഞ്ഞ് അച്ഛൻ വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ പറയുന്നു, ഇവിടെ KNMS എന്ന് പറയുന്നൊരു വെള്ളറുടെ ഒരു കോളേജ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൂട്ടിക്കൊടുന്നൊരു കോളേജ്, അത് വീണ്ടും ഓപ്പണായി. എനിക്ക് 4 വർഷത്തിന് മുന്നേ അത് പൂട്ടി. അവർ തമ്മിലുള്ള എന്താ വഴക്ക് തർക്കത്തിൻ്റെ പേരിൽ അത് പൂട്ടി. അത് കഴിഞ്ഞ് ആ കോളേജ് ഓപ്പണായപ്പോൾ അന്ന് എൻ്റെ മാമിയുടെ ഭർത്താവ് വെള്ളറുടെ സ്റ്റേഷനിൽ ആണ്. അപ്പോൾ മാമൻ അവിടെ ഒരു സീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചോദിക്കുന്നത് 55,000 രൂപയാണ്. മാമനായതുകൊണ്ട് അതൊരു 20,000 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ മാമൻ വിളിച്ച് ചോദിക്കുകയാണ്, മച്ചപ്പോൾ ഇങ്ങനെ ലക്ഷ്മി പോകണമെങ്കിൽ പോട്ടെ, എനിക്കിങ്ങനെ ഒരു സീറ്റുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് പറയണം അവരോട്, നോക്കണോ അതോ നമുക്ക് വിടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനിങ്ങനെ ഭഗവാൻ ചോദിച്ച ആ ദിവസമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിൽ സാരമില്ല,
നമുക്കത് നോക്കാം, കാരണം അവൾ പഠിച്ച് ഒരു ഇതാവണമെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ ആ സീറ്റ്, കാരണം അന്ന് 55,000 അല്ല, അതിന് മുന്നേ അച്ഛൻ പോയി തിരക്കിയതാണ്. 55,000 രൂപ എന്ന് പറയുന്നത് 20,000 രൂപയിലേക്ക് എത്തി. ഭഗവാൻ ചോദിച്ച ആ ദിവസം, അന്ന് ഭഗവാനോട് ചെന്ന് അഡ്മിഷനായി എന്ന് പറഞ്ഞപ്പോൾ കുറേ പൈസയും കുറേ ബുക്കും പേനയും ഒക്കെ കൂടെ തന്ന് ഞാനങ്ങനെ ക്ലാസ്സിൽ പോയി തുടങ്ങി. വീണ്ടും അസുഖം, ചിക്കൻ ഗുനിയ, പിന്നെ അച്ഛന് ശ്വാസം മുട്ടൽ, അങ്ങനെ വീണ്ടും ഭയങ്കര, എനിക്ക് തോന്നുന്നു അപ്പോഴാണ് തോന്നുന്നത് ഭയങ്കരമായിട്ടൊരു മഴ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റബ്ബറുണ്ട്, പക്ഷെ അത് വെട്ടിയെടുക്കാനുള്ള ഒരു ഇതില്ലാത്ത രീതിയിലുള്ളൊരു മഴ. ആകെ വീണ്ടും ഇതായി. ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി. അനിയൻ ഇപ്പോഴും പറയും, ചേച്ചി നീ പഠിക്കാൻ പോകരുത്, നീ പഠിക്കാൻ പോയാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി. വീണ്ടും ബുദ്ധിമുട്ടായി. അന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 1000 രൂപ. അന്ന് സ്കൂളിൽ നിന്ന് അവന് കിട്ടുന്ന ആ വരുമാനം മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ വരുമാനമായിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാൾ തന്നെയാണ് വിശ്വാസ് സാറ്. സാർ അന്ന് ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാമിയുടെ മോൻ ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ആളുകൾ സഹായം കൊണ്ട് ഞാൻ സെക്കൻഡ് ഇയർ ഫീസെല്ലാം അടച്ച് പരീക്ഷ എഴുതി. പരീക്ഷ കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഭാവന വന്ന് കണ്ടു. പിന്നെ ഞാൻ വീണ്ടും മറ്റേ സ്കൂളിൽ അവർ വന്ന് വിളിച്ചു, അവിടെ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഇവിടെ വേക്കൻസി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഡിസംബറിൽ, അല്ല ജനുവരിയില്ല, വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നത് ഡിസംബറിലാണ്. ജനുവരിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഇൻ്റർവ്യൂ ബോർഡിനെ, അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂ നമ്മുടെ സ്കൂളിൽ ഇല്ല. ആ വർഷം ഒരുപാട് ടീച്ചേഴ്സിനെ എടുത്തു. ഒരു 9ഓളം ടീച്ചേഴ്സിനെ അന്ന് പല വേക്കൻസിയിലായിട്ട് എടുത്തിരുന്നു. അപ്പം നമ്മുടെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മേളിലേക്ക് എത്തുന്ന സമയത്താണ് വിളിക്കുന്നത്. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ആളുകൾ എനിക്ക് ആരൊക്കെയാണെന്ന് ശരിക്കും ഓർമ്മയില്ല. രാജ്മോഹൻ സാറിനെ ഓർമ്മയുണ്ട്, പിന്നെ നമ്മുടെ രവി സാറിനെ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ, അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ജയശ്രീ മാഡം. പിന്നെയുണ്ട് ആരൊക്കെയോ കുറേ ആളുകൾ, ഒരു 8-9 പേര് അടങ്ങുന്ന ഒരു സമിതി. അന്ന് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത് ഇപ്പോഴത്തെ പോത്തങ്കോട് കൺവീനറായിട്ടുള്ള ജയകുമാർ സാറാണ്. അപ്പോൾ സാറുണ്ട്, കാരണം ഞാൻ നല്ല വിറച്ചിട്ടാണ്. എനിക്ക് ചെന്ന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറയാൻ പറ്റി. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അന്ന് ഇൻ്റർവ്യൂ മാത്രമല്ല, ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇതെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ അന്ന് സ്കൂളിൽ ഇതെടുത്തത്. അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ ഒരു പതർച്ച, കാരണം എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് ഞാൻ. വേറെ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, പക്ഷേ എനിക്ക് മൈക്കിൽ സംസാരിക്കാനോ ഒരാളുടെ മുന്നേ സംസാരിക്കാൻ പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായി ഒരു സ്റ്റേജ് ഫിയർ ഉള്ള സമയത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറകിലേക്ക് വന്നു, ആ റാങ്കിൽ പുറകിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭവനെ ചെന്ന് തൊഴാൻ പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഉള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, കള്ളിക്കാട്. അവൻ പിള്ളേ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ എന്ന് മാത്രമേ, ഇൻ്റർവ്യൂ കഴിഞ്ഞോ, ഇത് ഇന്ന ആളാണ്, ഞാനാണ് ഇതിനെ എഴുത്തിനിരുത്തിയതെന്ന് മാത്രമേ അവൻ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞില്ലെങ്കിൽ എന്നെ ആ ഇതിൽ നിന്ന് പിന്തള്ളിയനായിരുന്നു. ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ, ABCD ഒക്കെ അറിയാമായിരുന്നോ എന്നും ചോദിച്ചു. ഞാനാണ് ഈ കൊച്ചിനെ എഴുത്തിനിരുത്തി, ഇന്ന ആളിൻ്റെ മോളാണെന്നും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ നേരെ എന്താണ്, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയി തുടങ്ങി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. കാരണം ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയത്തിലാണ്. അപ്പം അത്ര ഒരു ഇന്നത്തെ കാലമല്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അന്ന് ക്ലാസ്സിന് പോയി കുറച്ച് സ്ട്രഗിൾ ചെയ്ത് തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ച് ഒരു മാസമായപ്പോൾ എന്നെ വീണ്ടും സ്കൂളിലേക്ക് വിളിച്ചു. ഇനിയിപ്പോൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യേണ്ടി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെന്ന ആ സമയത്ത് എനിക്ക് തന്നത് ഇംഗ്ലീഷാണ്. എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്, പക്ഷേ എനിക്ക് തന്നത് ഇംഗ്ലീഷാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായതും കുറച്ചുകൂടെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയതും ഇവിടുത്തെ ഇംഗ്ലീഷ്. കാരണം എനിക്ക് അന്ന് കുഞ്ഞ് ക്ലാസ്സാണ്. എനിക്ക് അന്നും കുഞ്ഞ് ക്ലാസ്സാണ് ഇഷ്ടം. അന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്, ഇപ്പോഴും ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ടീച്ചറാണ്. വളരെ സന്തോഷത്തോടെ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ടീച്ചറാണ്. കാരണം ആ കുട്ടികൾക്ക് ഇന്നും ഞങ്ങളുടെ അവിടെ നിന്ന് പഠിച്ചു പോയപ്പോൾ, ഞാൻ 14 വർഷമായി പഠിച്ചു പോയ കുട്ടികളെ എവിടെ വെച്ച് കണ്ടാലും, ഞങ്ങളുടെ സ്കൂളിലെ പ്രത്യേകതയാണ്, പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക്. അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും വലിയ കാര്യമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഒരു എന്താണെന്ന് പറയാൻ. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇത്രയും ഇതിൽ +2 3 സ്ട്രീമായി, കൊമേഴ്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ആയിട്ട് 3 സ്ട്രീമായി. ഞങ്ങളുടെ കുട്ടികൾ എവിടെ ചെന്നാലും അവർ ടോപ്പറാണ്. എടുത്തു പറയാൻ പറ്റുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ഒരാൾക്ക്, ആ കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ 1 തൊട്ട് 6ാം ക്ലാസ് വരെ പഠിച്ചു. 6ാം ക്ലാസ്സിലെ കൊച്ചിന് നവോദയയിൽ സെലക്ഷൻ പോയിട്ട് ആ മോള് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ അല്ലാതെ വേറെ ഒരിടം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് സാമ്പത്തികമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഈ മോൾ എൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനന്ന് ജയശ്രീ മാഡത്തിനോട് സംസാരിച്ചു, രവി സാറിനോട് സംസാരിച്ചു.
അപ്പോൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കാരണം അവർ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ മോളെ തിരിച്ചെടുത്തു. ആ മോള് പിന്നെ +2 വരെയാണ് നമ്മുടെ അവിടെ തന്നെയാണ് പഠിച്ചത്. 1ാം ക്ലാസ് എനിക്ക് LKG മുതൽ +2 വരെ അവിടെ. ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി 5 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയ കുട്ടി സാററിയായിരിക്കും ആ കുട്ടി. അതുപോലെ ഒരുപാട് കുട്ടികൾ. അപ്പോൾ ഈ മോളെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം ആ മോള് ഞാനുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയുന്നൊരു മോളോടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മോളുടെ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 6ാം ക്ലാസ് വരെ അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു. കാരണം അവർ ഒരേ ക്ലാസ്സിലെത്തുമ്പോൾ ഞാനും അവരുടെ കൂടെ 6ാം ക്ലാസ് വരെ അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിന് എന്നോട് ഭയങ്കര അടുപ്പമായിരുന്നു. അങ്ങനെ ആ മോള് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ. ഇതുകൊണ്ട് ഒരുപാട് ഇതിലെത്തിയ കുട്ടികളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണ കാര്യം പറഞ്ഞില്ല. അത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ആശ്രമത്തിൽ പോകുന്നതിനൊന്നും എതിർപ്പില്ല, പക്ഷേ എപ്പോഴും പോകാൻ പറ്റില്ല. കാരണം ഞങ്ങളാണെങ്കിൽ എപ്പോഴും അവിടെ നിന്ന ആളാണ്. വാർഷികം തുടങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകാറില്ല, പോകുന്നത് കുളിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടെ. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു താല്പര്യമില്ല, പോയിട്ട് ഇങ്ങ് വരിക, അവിടെ നിൽക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, ഇവിടെ വരുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റണേ ഭഗവാനെ. അതും പറയാൻ പേടി, ഇങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഇവിടെ വരുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റണേ എന്നൊരു ചിന്ത. അപ്പോൾ എനിക്ക് ജോലി കിട്ടി, സ്കൂളിൽ ജോലിയായി. അത് കഴിഞ്ഞപ്പോൾ ജാതകമൊക്കെ നോക്കുന്നുണ്ട്, പൊരുത്തമില്ല. അങ്ങനെ പോകുന്നൊരു സമയത്ത് ഞങ്ങൾ പോത്തും കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറിൻ്റെ കല്യാണം വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങിൽ അമ്മയുടെ നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ടീച്ചറും കൂടെ വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ മാവൻ്റെ അടുത്ത് കല്യാണം വിളിക്കാൻ ടീച്ചർ പോയി. അപ്പോൾ ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞ് ടീച്ചറിനെ കുറേ പൈസ കൊടുത്തിട്ട് അന്ന് അച്ഛൻ്റെ കയ്യിൽ ഒരു ഇതെടുത്ത് കോയിൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ്, പിള്ളേ ഇത് ലക്ഷ്മിക്കുട്ടിയുടെ കല്യാണത്തിന് കിട്ടും. അപ്പോൾ അന്ന് കല്യാണത്തിൻ്റെ കാര്യം ഒന്നുമില്ല, ലക്ഷ്മിക്കുട്ടിയുടെ കല്യാണത്തിന് ഇതിൽ കുറച്ചുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ കല്യാണ സമയം എന്ന് പറയുന്നത് അന്ന് വസ്തുവൊക്കെ വിറ്റ് നമുക്കിപ്പോൾ ഏതാണ്ട് സ്റ്റേബിളായി നിൽക്കുന്ന അനിയൻ ഗൾഫിൽ പോയി. അപ്പം നമ്മൾ സ്റ്റേബിളാണ്, കുഴപ്പമില്ല, ഇപ്പോൾ വന്നാലും നമുക്ക് നടത്താൻ പറ്റും, കാരണം പൈസയൊക്കെ കയ്യിലുണ്ട്, പക്ഷേ ജാതകം ചേരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത് അച്ഛനൊരു 60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛന് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു കല്യാണം നടക്കുന്നില്ലെന്ന്. അതുവരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് എനിക്ക് ഹാപ്പിയാണ്, കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ലൈഫ് എനിക്ക് എത്തി, പിന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമമാണ്. പിന്നെ എല്ലാവർക്കും, കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരു 24 വയസ്സ്, അതിനപ്പുറം ആരുടെയും വിവാഹം അങ്ങനെ നീണ്ടു പോയിട്ടില്ല. അപ്പോൾ 27 എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം സ്കൂളിലൊക്കെ ജോലി കിട്ടി. എനിക്ക് വന്ന് എനിക്ക് തോന്നുന്നു വിഷു ആയിരുന്നു, എന്തോ വിശേഷമാണ്, വിഷു ആണോ ചിങ്ങം ഒന്നും ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭഗവാൻ അവിടെ കളിക്കാടുണ്ട്. ഇപ്പോൾ കുട്ടികളെ കൊണ്ടുണ്ടാകാൻ പോയപ്പോൾ കുറേ പ്രസാദം, ഏത് ക്ഷേത്രത്തിലാണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ, കുറേ പ്രസാദം എൻ്റെ കയ്യിലിങ്ങനെ വെച്ചിട്ട് അന്ന് അച്ഛനോട് പറഞ്ഞ് ഈ പിള്ളേരുടെ കല്യാണം നടത്തണം, സമയമായി കല്യാണം നടത്തണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും ആവുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞ് പിള്ളേ അടുത്ത് അന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അദ്ദേഹം ആശ്രമമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് വളരെ അടുത്ത്, കാരണം അദ്ദേഹം ഒരു സിദ്ധയോഗമൊക്കെ പഠിച്ച് പിന്നെ അതിൽ നിന്ന് മാറി ഭഗവാനിലേക്ക് വന്നു ചേർന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ഒരാളാണ്. അത് കഴിഞ്ഞപ്പോൾ അന്ന് അമ്മാവനോടെ ഇരിപ്പുണ്ട്, ഞാൻ അച്ഛനാണ് വിളിക്കുന്നത്, അച്ഛനോടെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, പിന്നെ 2 അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, കുറേ ആളുകൾ വേറെ ഇരിപ്പുണ്ട്. ലക്ഷ്മിക്കുട്ടി കല്യാണമൊന്നും ആയില്ലേ പിള്ളേ എന്ന് അച്ഛനോട് വീണ്ടും ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, അടുത്തുനിന്ന് എവിടെന്നെങ്കിലും നോക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നോക്കുക, അമ്മാവനെ നോക്കുകയും ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു അടുത്തുനിന്ന് പറയുമ്പോൾ ഈ കള്ളിക്കാട് പരിസരത്തായിരിക്കാം ഭഗവാൻ ഉദ്ദേശം, നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ നോക്കി തുടങ്ങി. വീണ്ടും എനിക്ക് പിന്നെയും ഈ ഇത് തരുന്ന ഈ ഗോൾഡ് കോയിൻ തരുന്നത് ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിലാണ് ടീച്ചറിനെ കല്യാണം വിളിക്കാൻ പോയ സമയത്ത് ചിങ്ങമാസത്തിലാണ് തരുന്നത്. അടുത്ത മേടമാസത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ആ ഒരു ഗ്യാപ്പിൽ സാധാരണ അങ്ങനെ ഒരു ചെയിൻ പണ്ട് ആശ്രമത്തിലുണ്ടായിരുന്നു, സാറിന് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സുകുമാരൻ വൈദ്യം കൊടുക്കുന്ന ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അത് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചിയുടെ കല്യാണം ഇങ്ങനെ നടക്കാൻ, പക്ഷെ അത് കൊടുത്തൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ അതുപോലെ അന്ന് പിന്നെ സാറന്ന് ചെയിൻ കൊടുക്കുന്നതില്ല എന്ന് തോന്നുന്നു. ഇതന്ന് പവൻ്റെ കയ്യിലിരുന്നതാണ് ആ ഗോൾഡ് കോയിൻ തന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ കല്യാണ ആലോചന വന്നു. വന്നപ്പോൾ നമുക്ക് അടുത്തറിയുന്ന ആളുകളാണ്. രണ്ടുപേരും 2 സഹോദരന്മാർ, അവർ രണ്ടുപേരും ഗൾഫിലാണ്. അപ്പോൾ 2 പേരുടെയും ഇതും കൊണ്ട് ഒരുമിച്ചാണ് വരുന്നത്. അപ്പം ചേട്ടൻ ഇത് നോക്കുമ്പോൾ ചേരും. അപ്പോൾ അച്ഛൻ ഭഗവാനോട് ചെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, കാരണം ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ഇത് പറയണം, ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുള്ളത് പറയണമെന്ന് ഞാൻ അന്ന് മാമനോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആരും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായി, ഇനി ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് വേണ്ടാന്ന് വെക്കണ്ട. പക്ഷേ അവിടെ നിന്ന് മണ്ഡപത്തോടെ നിന്ന് അച്ഛൻ വന്ന്
ഭവാനോട് പറഞ്ഞു, ഭവാൻ ഇങ്ങനെ കല്യാണം കള്ളിക്കാട്. അപ്പോൾ കള്ളിക്കാട് നിന്ന് എവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സുധീരൻ്റെ മോളാണ്, ലക്ഷ്മി കുട്ടിയാ എന്ന് മാത്രമേ ഭവാൻ ചോദിച്ചുള്ളൂ. അന്ന് അവിടെ നിന്ന് അമ്മാവൻ തീരുമാനിച്ചിട്ടാണ് വന്നത്, കല്യാണം നടത്തുന്നത് ഇയാളുമായിട്ട് മാത്രം, വേറെ ഇനിയൊന്നും എനിക്കിനി വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും അദ്ദേഹം ചോദിച്ചിട്ടുമില്ല. ഇവിടെ ഒന്ന് കല്യാണം കഴിഞ്ഞു. പിന്നെ എന്താ പറഞ്ഞാൽ ശരിക്കും ഞാൻ ഭവാനെക്കുറിച്ച് കുറേ കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അമ്മാവനിൽ നിന്നാണ്, അച്ഛനിൽ നിന്നാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ സമാധിയാണ്, അച്ഛനിൽ നിന്നാണ് പിന്നെ കുടിച്ച് കുറേ കൂടെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഭവാനോട് കൂടുതൽ എടുത്ത് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്നെ കുറച്ചുകൂടെ ബാക്കിലോട്ട് എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. എനിക്ക് അവർ പോകുമ്പോൾ എല്ലാ മാസവും, പക്ഷേ എനിക്ക് എല്ലാ മാസവും പോയി ഭവാനെ കാണുക അല്ലെങ്കിൽ എല്ലാ മാസവും ഭവാൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് എനിക്ക് പറ്റാതെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ല. അപ്പോൾ അമ്മയും കൂടെ അന്ന് ഞാൻ അമ്മയും അച്ഛനും ഒക്കെ ആ ഒരു ലെവലിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ അമ്മയെ കൂടെ കൊണ്ടുപോകാതെ ഞാൻ മാത്രം പോകുക എന്ന് പറഞ്ഞാൽ എന്നോട് ഭഗവാൻ പണ്ട് ഒരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, ബാക്കി വരേണ്ടത് ഈശ്വര പ്രാർത്ഥനയൊക്കെ പിന്നെയാണ്, കർമ്മത്തിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകാതെ ഒരു ദിവസം ആശ്രമത്തിൽ പോയി, അവിടെ ചെന്നപ്പോൾ പറഞ്ഞാണ് ഇന്ന് സ്കൂളിലല്ലേ ലക്ഷ്മിക്കുട്ടീന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് പോയില്ല. അപ്പോൾ പറഞ്ഞതാണ് സ്കൂളിൽ പോകാതെ പ്രാർത്ഥനയൊക്കെ പിന്നീടാണ്, ചെയ്യേണ്ട കർമ്മമാണ് അത് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഏതാണ്ട് അതനുസരിച്ചാണ് പോകുന്നപ്പോൾ പിന്നെ പോകാൻ പറ്റാതെ, കാരണം അമ്മയ്ക്ക് സുഖമില്ല. അപ്പോൾ അമ്മയെ കൂടെ ഒന്ന് ഇത് ചെയ്യണം, നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതങ്ങ് ഭഗവാൻ ഇവിടെ വരുമ്പോൾ കാണും, പോവാതെ അല്ല, എന്നാലും എല്ലാ തവണയും പണ്ടത്തെ പോലെ എനിക്ക് പോയി കാണാനൊന്ന് എനിക്ക് തോന്നുന്നു ഭഗവാൻ എന്നെ അങ്ങോട്ട് അടുപ്പിക്കാത്തതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ മൂകാംബിക യാത്ര, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ ഗൾഫിലായിരുന്നു, അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് കുഞ്ഞുങ്ങളാകത്തേന് മൂകാംബികയിൽ പോവുകയെന്ന് ഞങ്ങളുടെ അന്നത്തെ അവിടെ പ്രിൻസിപ്പലായിരുന്നു മാഡം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ലീവ് ചോദിക്കുമ്പോൾ സമയത്ത് ഞാൻ അന്ന് മൂവാറ്റുപുഴ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം ഇങ്ങനെ ഞാൻ മൂവാറ്റുപുഴ പോകാനായിട്ട് ട്രീറ്റ്മെൻറ്റ് പോവാണ്. അപ്പോൾ ലീവ് ചോദിക്കാൻ ചെന്നപ്പോൾ മാഡം പറഞ്ഞു, ലക്ഷ്മി ഒരു കാര്യം ചെയ്യേ. അപ്പോൾ എന്നെ ഭഗവാൻ ലക്ഷ്മിക്കുട്ടിന്ന് എപ്പോൾ ആശ്രമം നമ്മുടെ സ്കൂളിൽ അന്ന് വരുമായിരുന്നു. വന്ന സമയത്ത് എത്ര ആളിൻ്റെ ഇടയിൽ നിന്നാലും ഭഗവാൻ എന്നെ ലക്ഷ്മിക്കുട്ടിന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരൊറ്റ വിളി മാത്രം മതി, എനിക്കിനി വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് മൂകാംബിക പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പോൾ അച്ഛൻ നമ്മൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഭഗവാനെ ചെന്ന് കണ്ടിട്ട് അത് വഴി മൂകാംബിക പോകും. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഒന്ന് മൂകാംബിക ചേട്ടൻ പോയിട്ടില്ല, അറിഞ്ഞുകൂടാ, ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പോയിട്ട് വരും പിള്ളേന്ന് പറഞ്ഞു. പോയിട്ടുണ്ടോ? അപ്പം ഇല്ല. ട്രെയിനല്ലേ പോണേ? ട്രെയിൻ. കുറേ എനിക്ക് തോന്നുന്നു ഒരു ചിപ്സ് കുറേ വാരി, ആ പഴത്തിൻ്റെ ചിപ്സ് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് വാരി തന്നിട്ട് പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേറെ വിഷയമൊന്നുമില്ല. തിരിച്ച് വരുന്ന സമയം തിരിച്ച് ഭഗവാനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ യാത്ര പൂർത്തിയാവണം, ഭഗവാനെ തിരിച്ച് വന്ന് കാണണമെന്നൊരു മനസ്സിലതുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞും ചെയ്തു അച്ഛൻ. പക്ഷേ എനിക്ക് തിരിച്ച് വന്ന് ഭഗവാനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഡിസംബറിലാണ്, ലാസ്റ്റാണ്. അപ്പം ഈ ലാസ്റ്റ് അവധിയായ സമയത്തൊക്കെ ട്രെയിനൊക്കെ ബ്ലോക്കായിട്ട് ട്രെയിന് കിട്ടിയില്ല. ഇവിടെ എത്തിയപ്പോൾ തിരിച്ചെത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. 10 മണിക്ക് ശേഷം നമ്മൾ പോത്തങ്കോട് പോകാമെന്നുള്ളതല്ല, പിന്നെ പോയില്ല. പിറ്റേ ദിവസം എനിക്ക് സ്കൂൾ തുറക്കുന്നു, അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. എനിക്ക് പിന്നെ പോയി ഭഗവാനെ കാണാൻ പറ്റില്ല, എൻ്റെ യാത്ര പൂർത്തിയായില്ല. എനിക്ക് പോകാൻ പറ്റി, പിന്നെ എനിക്ക് പോകാനും പറ്റിയിട്ടല്ലോ മൂകാംബികയിൽ. പിന്നെ പറയുന്നത് അച്ഛൻ്റെ സമാധി, അമ്മാവൻ്റെ സമാധി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സമാധി ഇരുത്തണം. നേരത്തെ പറയാം, എപ്പോഴും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെമ്മക്കളില്ലാത്തതുകൊണ്ട് എന്നുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അച്ഛൻ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞതും അതെയാണ്. ഞാൻ മാമാന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ വേണ്ട, എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പോൾ എപ്പോഴും പറയാം എനിക്ക് സമാധിയാണ്, കുഴിയെടുത്തിടണം. അപ്പം സമാധിയാണ്, കുഴിയെടുത്തിടണം. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ജയിച്ചിരിക്കുന്നവർക്ക് കുഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് അച്ഛനുമായിട്ട് അത്രയും അടുപ്പാണ് മക്കൾക്ക്. അപ്പോൾ അവർക്ക് ഒരിട്ടും താല്പര്യമില്ല. അവരൊക്കെ അങ്ങനെ ഇതായിട്ട് അച്ഛൻ വയ്യാതാവുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എനിക്ക് അതിന് മുന്നേ നമ്മുടെ ആശ്രമത്തിൽ തന്നെ വരുന്ന മുപ്പന്തൽ അനി എന്ന് പറഞ്ഞ അനിസ്വാമിയെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ പോകുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നു, ഇവർക്കൊന്നും അറിഞ്ഞൂടാ, നീ ചെയ്യണമെന്ന് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞു, ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഗോപൻ, കുഴി എടുത്തിടണം. അപ്പോൾ ഇത്രയും സുഖമില്ലാതിരിക്കുന്ന ഒരാൾക്ക് കുഴിയെടുത്തിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആളുകൾ തന്നെ നമ്മളെ പറയും, നമുക്കേ താല്പര്യമില്ല. പിന്നെ ആളുകൾ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഇത്രയും ഇതാണ്. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ കുഴിയൊന്നും എടുത്തില്ല, അങ്ങനെയൊന്നും. പക്ഷേ അച്ഛൻ സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഷെയറിൽ ഇങ്ങനെ സ്ഥലമുണ്ട് കുന്നനാട്, അവിടെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛന് സുഖമില്ലാതായി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്തും അനിയൻ അത്രയും സ്വാതന്ത്ര്യമായിട്ടാണ് ഞങ്ങൾ അനിയനെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞ് വേറെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല,
എന്ന് പറഞ്ഞാൽ സമയമായി എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിനി ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് അത്രയ്ക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. അമ്മ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ വലിയ അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ അച്ഛന് ഒരു ഒറ്റപ്പെടൽ. ഞാനും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് കള്ളിക്കാട് ഇടയ്ക്ക് താമസവും മാറി. അപ്പോൾ അച്ഛനൊരു ഒറ്റപ്പെടൽ പോലെ. അപ്പോൾ അച്ഛൻ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് വേറെ കുഴപ്പമില്ല. അപ്പോൾ അതിനൊരു 2 ആഴ്ച മുന്നേ ചേട്ടാ അവിടെ ചെന്ന് പറഞ്ഞു, എനിക്ക് വയ്യ ഏട്ടാ, നീയും അവളെ വിളിച്ചുകൊണ്ടെങ്കിൽ വന്നില്ലേ, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അപ്പം അച്ഛന് ചെറിയ ചുമയുണ്ട്, ചുമയ്ക്കുമ്പോൾ ശ്വാസം വിടലുണ്ട്. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്, അപ്പോൾ അച്ഛൻ കിടക്കുന്നതൊക്കെ അച്ഛൻ്റെ അടുത്താക്കി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒട്ടും വയ്യ, കാരണം ഈ ചുമയ്ക്ക് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മവലിലാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്ന് അവർ 2 ദിവസം അവിടെ കിടന്നു. 3ാമത്തെ ദിവസം അന്ന് 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാൻ അവിടെ വന്നതുപോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അച്ഛനെ നോക്കുന്ന ഡോക്ടർ സ്ഥിരമായിട്ട് അച്ഛനെ കള്ളിക്കാട് ഈ ഇഞ്ചക്ഷൻ ശ്വാസം വിട്ടുള്ള വരുമ്പോൾ അച്ഛൻ പോയി ഇഞ്ചക്ഷൻ എടുക്കും. കാരണം ഈ ഇങ്ങനെ ഈ കോശം വികസിച്ചിട്ട് ഒരു സാധനം ഇങ്ങനെ, അപ്പോൾ അത് കൂടുമ്പോൾ അച്ഛൻ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ യാദർച്ഛികമായിട്ട് മമലിൽ വെച്ച് ഞങ്ങൾ കണ്ടു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ട് അവിടെ. അപ്പം മാഡം പറഞ്ഞു, അപ്പോൾ മാഡം ആശ്രമത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ മാഡം ഇങ്ങനെ വലുതായിട്ട് സംസാരിച്ചു, അച്ഛനോട് വന്ന് വലിയതായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അച്ഛന് ഓർമ്മക്കുറവല്ല, ഓർമ്മയുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിലെത്തി. അച്ഛൻ ആഹാരം ഉപേക്ഷിച്ച് തുടങ്ങി. പക്ഷെ നമ്മളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാരണം ഇത്രയും മരുന്നുകൾ പോകുമല്ലോ എന്ന് അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടറോട് പറഞ്ഞു, കഴിഞ്ഞ് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് ഞാൻ അത്രയ്ക്ക് ഓർമ്മയില്ലാതെ സംസാരിക്കാൻ പറ്റാതിരുന്ന അച്ഛൻ അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവരിടന്ന് വേളം വെച്ചുകൊണ്ടിരിക്കണം, ഒന്നും പറ്റണില്ല എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറോട് പറയുന്നത്. ആ സമയത്ത് ശരിക്കും ഒരു നല്ലൊരു പ്രകാശം, അതുവരെ ഇല്ലാത്തൊരു പ്രകാശം ആ റൂമിനകത്ത്, ഹോസ്പിറ്റലിൻ്റെ റൂമിനകത്ത് ഇങ്ങനെ വന്നു. അപ്പോൾ ശരിക്കും ഭഗവാനെ കാരണം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് സംസാരിച്ചു, ഭഗവാൻ അവിടെ വന്ന പോലെ ഞങ്ങൾക്ക് 2 പേർക്കും അതൊന്നും വല്ലാത്തൊരു ഫീലിംഗ്. കാരണം അത്രയ്ക്കും ഒരു പ്രകാശം ഉണ്ടായിരുന്നു ആ റൂമിനകത്ത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങണം. കാരണം ഞാൻ 2 ദിവസം സ്കൂളിൽ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ്, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പം നീ പോയിട്ട് വരുമ്പോൾ ക്ലോസ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് പിന്നെ അച്ഛനെ ആ ഒരു ഇതിലേക്ക് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ ചെല്ലുമ്പം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ എത്തിയില്ല. അതിന് മുമ്പേ അച്ഛൻ എണീറ്റിരുന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ വാനിൽ കൊണ്ടുപോകുമ്പോൾ എണീറ്റിരുന്ന് തന്നെയാണ് സമാധിയായി. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കൊരു ആളുടെ മുഖത്തൊക്കെ നല്ല പ്രകാശമായി. പിന്നെ ആ വെള്ളിയാഴ്ച രാത്രിയാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് നല്ല പ്രകാശമായി. അപ്പോൾ സമാധി വിളിച്ച് നമ്മളിങ്ങനെ അനിയണ്ണനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിളിച്ചോടെ എന്ന് തന്നെ. അപ്പോൾ ഹോസ്പിറ്റലിൽ കയറി ചെയ്യുന്നതുകൊണ്ട് അവർ പിന്നെ അത് കഴിഞ്ഞേ തരുള്ളൂ. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞു, ഞാൻ വന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, സമാധി ഇരുത്താം, നമുക്ക് കുഴപ്പമില്ല. സമാധി എന്ന് പറഞ്ഞാൽ കുഴിയെടുത്തിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാൽ അതിന് മുമ്പേ അച്ഛൻ പറഞ്ഞു, നിങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കത്തിക്കരുത്, ഒരു പെട്ടിയിൽ വെച്ചങ്ങ് മൂടിയിരുന്നാൽ മതിയെന്ന്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് വേണ്ട, അത് പാവമാണ്, നമുക്ക് സമാധി തന്നെ എടുത്താം. എങ്ങനെ നടന്നുവെന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ വന്നു നിന്ന് അത് നടത്തി തന്നതുപോലെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 2 വർഷം ആവുന്നുള്ളൂ അച്ഛൻ സമാധി, 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ, 1.5 വർഷം. ഭഗവാന്റെ സമാധിക്ക് ശേഷം വന്ന് നിന്ന് നടത്തി തന്നത് അത്ര എന്ന് പറഞ്ഞാൽ എന്ത് പറയണം, നമുക്കങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക്. കാരണം അത് ഞാൻ ശരിക്കും, കാരണം മറ്റതൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ തണലിൽ നിന്നപ്പോൾ, ഇത് ഞാനല്ലാതെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഒരു ഇത്. പിന്നെ പറയുന്ന എന്താണ്, പിന്നെ ജീവിതം വലിയ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ എന്നും അവിടുത്തെ ഒരു ഇതായിട്ട്, ഇപ്പോൾ സുധീരൻ്റെ മോള് അല്ലെങ്കിൽ കേശവൻ നായർ മരുമോള്, അങ്ങനെയൊക്കെ ഒരു ഇതിൽ തന്നെ പോകണം. അത് മാത്രമേ ഉള്ളൂ. എന്നും ഒരിക്കലും എനിക്ക് ആശ്രമത്തിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കുക, അങ്ങനെ ഉണ്ടാവല്ലേ എന്ന് മാത്രമാണ്. കാരണം പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കാരണം അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഉണ്ടാവല്ലേ എന്ന് മാത്രമേ ഉള്ളൊരു പ്രാർത്ഥനയോടുള്ളൂ. അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ഭവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഒന്നും പ്രിപ്പയറായി വന്നതൊന്നുമല്ല, ഇത് ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം ശരിക്ക് പറയുകയാണെങ്കിൽ വാദോരാതെ നമുക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞ, കാരണം ഒരു ഇട ഇല്ലാതെ ഇത്രയും സമയം തമ്പുരാനെ, കാരണം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. കാരണം ഭഗവാൻ ജീവൻ തിരിച്ചു തന്ന എത്രയോ പേരുണ്ട്. കാരണം അതിൽ പെടുന്ന ഒരാളും കൂടിയാണ് ഭഗവാൻ. ഇന്ന് ഭഗവാന്റെ ചാനലിൽ മറ്റ് ഭക്തർക്ക് വേണ്ടി പറയാൻ വേണ്ടി വന്നത്.
അപ്പോൾ ഈ ആ തിരക്കിൻ്റെ ഇടയിലും ഓണത്തിരക്കും അതുപോലെ സ്കൂളിൻ്റെ തിരക്ക് വരുന്നതിൻ്റെ എല്ലാം ഇടയിലും ഈ ചാനലിൽ വന്ന് ഇത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ സന്മനസ് കാണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.